ഞാൻ എന്നും കൊടുക്കാറുള്ളതാ. ആവശ്യമില്ല. ചായയും കൊണ്ട് അകത്തേക്ക് പോയി അപ്പം തന്നെ വിഷന്റെ ആയിക്കൂടെ? ഞാൻ ചായ വിഷത്തിലാക്കുന്നു. എന്റെ അപ്പനെ കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും പറഞ്ഞാൽ പോലീസ് വിശ്വസിക്കില്ല. അതുകൊണ്ടാ പറയുന്നത് ശവം രഹസ്യമായി മറിയണോ? അത് വേണോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അപ്പം ജയിലിൽ കിടക്കേണ്ടി വരും. സമ്മതിക്കേ. അപ്പനെ രക്ഷിക്കുന്നവനും ഈ വീടിന്റെ മാനം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാനാ പേടിപ്പിച്ചിട്ട് പേടിക്കണ്ടെന്നാ. പുറത്താഴത്തിൽ കുഴിവെട്ടിയിട്ടുണ്ട്. മഴ ശക്തമാകുന്നതിന് മുമ്പ് നമുക്ക് ശവം മറവിയണം. എന്താ വേഗം ചെയ്യാൻ നോക്ക്. അപ്പച്ചൻ എന്തിനാ കരയുന്നത്? അപ്പച്ചനെ രക്ഷിക്കാനല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൂപ്പനെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. പ്രായം കൂടി മാനസിക നില തെറ്റിയ അപ്പൂപ്പൻ വീട് വിട്ട് എങ്ങോട്ടോ പോയി. നാളത്തെ പത്രത്തിൽ ഒരു വാർത്ത വരും, അപ്പൂപ്പനെ കാണാനില്ല. എന്തോ മനസ്സിനൊരു സമാധാനവുമില്ല. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തിരി സ്നേഹം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നുവെന്ന്. ശോശാമ്മേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഒരുവൻ ഈ ലോകം തന്നെ നേടിയാലും മനസമാധാനമില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ സത്യമായിട്ട് എന്റെ അപ്പനെ കണ്ടു. അപ്പൻ എന്നോട് വിഷം ചേർത്ത ചായ ചോദിച്ചു. ശരിയായിരിക്കും, അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാ, ചത്താലും ഞാൻ ഒന്നിനെയും വെറുതെ കൊടുത്തില്ലാന്ന്. പ്രതികാരത്തിന് ഇറങ്ങിയതായിരിക്കും അപ്പൂപ്പന്റെ പ്രേതം. മരിച്ചിട്ട് 2 കഴിഞ്ഞെങ്കിലും കർമ്മങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്തു തന്നെയാണെങ്കിലും ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പൂപ്പന്റെ ശവം ഇവിടെ തന്നെ കുടിച്ചിട്ട് അത് മണ്ടത്തരമായി പോയി. നിങ്ങൾക്കൊക്കെ വെറുതെ തോന്നുന്നതാ. ചെയ്തു പോയ പാപങ്ങളുടെ കുറ്റബോധം മനസ്സിൽ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ തോന്നും. ഞാൻ ശരിക്കും കണ്ടതാണ്. ആ കാണുന്ന ജനങ്ങളുടെ അരിയിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പൂപ്പനെ ഞാൻ കണ്ടു. എവിടെ? കുഴിച്ചിട്ട സ്ഥലത്ത്. അപ്പൂപ്പനെ കുഴിച്ചിട്ട സ്ഥലത്തൂടി ഞാനിങ്ങോട്ട് നടന്നു പോരുകയായിരുന്നു. പെട്ടെന്ന് ആരും എന്റെ കഴുത്തിൽ പിടിച്ചതുപോലെ. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ തലയ്ക്ക് ഒറ്റ അടിയായിരുന്നു. നോക്കിയപ്പോൾ അപ്പൂപ്പൻ.
എല്ലാവരുടെ അഭിപ്രായം വൈകാതെ തന്നെ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നോക്കണമെന്നാണ്. അതെ, സ്വത്തുക്കൾ മുഴുവൻ ഈ നിൽക്കുന്ന തോമാസിന്റെ പേരിൽ എഴുതി കൊടുത്തു. ഞങ്ങൾക്കൊരു വിരോധമില്ല, വിശ്വസിക്കാലോ അല്ലേ? അപ്പച്ചൻ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അപ്പന്റെ കാലശേഷമേ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അധികാരമുള്ളൂ. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞില്ലേ? ആ സത്യം നമുക്കെല്ലാം അറിയും. നിയമത്തിന്റെ മുമ്പിലും നാട്ടുകാരുടെ മുന്നിലും അപ്പൻ എന്നും ജീവിച്ചിരിപ്പുണ്ട്. വീട് വിട്ട എന്നും ഇറങ്ങിപ്പോയി. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വിട്ടുപോയി. അത് ശരി. അപ്പോ നിങ്ങളിൽ ആരോ സ്വത്തുക്കൾ മോഹിച്ച് എന്റെ അപ്പനെ മനഃപൂർവ്വം കൊന്നാണല്ലേ? പറയണ ദ്രോഹികളെ, ആ ചായയിൽ വിഷം ചേർത്തത് ആരാ? എന്റെ അപ്പനെ കൊന്നത് ആരാണെന്ന്? വിഷം ചേർത്തതാരാ, കൊന്നതാരാ, ഇതൊക്കെ അന്വേഷിച്ച് അപ്പം പറഞ്ഞ CBI കളിക്കാൻ നോക്കരുത്. തെളിവും ദൃക്സാക്ഷികൾ അപ്പനെതിരാണ്. ഒരൊറ്റ ഫോൺ കോൾ മതി അപ്പനെ പിടിച്ച് അകത്താക്കാൻ. അരുത് മാത്യൂസേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇനി എന്തെങ്കിലും ചെയ്താ അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമ്മളെല്ലാവരും കുടുങ്ങും. അപ്പച്ചനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അപ്പച്ചനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അപ്പച്ചൻ ചെല്ല്. എല്ലാം കൂടി മൂന്നായി വീതിക്കാന്ന് പറഞ്ഞ അപ്പൂപ്പനെ തട്ടിട്ടേ ഇപ്പൊ തട്ട് ദോശ കഴിക്കാനുള്ള കാശ് പോലും കിട്ടൂലല്ലോ. ഇനി എന്താ ആദ്യത്തെ ഒരു മാർഗം? ഒരു മാർഗമുണ്ട്. കുഴിച്ചിട്ടിരിക്കുന്ന ശവം വീണ്ടും പുറത്തെടുക്കണം. കർത്താവേ, അല്ലെങ്കിൽ തന്നെ മഞ്ജുവിന് പ്രേതത്തിന്റെ ശല്യം കൊണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. അപ്പോഴാ ചത്തിട്ട് ഒരാഴ്ച ആ ശവം പുറത്തെടുക്കാൻ പോകുന്നത്. കോർപ്പറേഷൻകാരുടെ മാണമായിരിക്കും. പുറത്തെടുക്കുന്ന ശവം ഇന്നു രാത്രി തന്നെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കായണം. പിന്നീട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത അപ്പൂപ്പന്റെ ജഡം നമ്മൾ ഏറ്റെടുത്ത് സംസ്കരിക്കുന്നു. അപ്പോ ജോലി ഇനിയും ബാക്കിയുണ്ട്. ഒരാഴ്ച ശവം പുറത്തെടുക്കണമെങ്കിൽ ഇത്തിരി കടുപ്പമ്മ എങ്കിലും ഞാനത് ചെയ്യാം. പക്ഷേ എന്റെ ഷെയറിൽ 1 ലക്ഷം കൂടി കൂടുതൽ തരണം. എന്ത് പറയുന്നു? അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സംഗതി ഭംഗിയായിരിക്കണം. ഇന്ന് രാത്രി ശവം മാന്തിയെടുത്ത് മറ്റെവിടെങ്കിലും കൊണ്ട് കളയുന്നു. ഞാൻ കരുതി അപ്പൂപ്പനും അമ്മയും കൂട്ടി വന്നായിരിക്കുന്നു. പ്രേതങ്ങളൊക്കെ ജോഡിയായിട്ടല്ലേ നടക്കണത്? ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത പ്രേതങ്ങൾ ചിലപ്പോ ജോഡിയായിട്ടൊക്കെ നടന്നിരിക്കും. അവർക്ക് ആൾക്കാരെ പോയി പേടിച്ച് 3 മുടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എവിടെ വെച്ച് എന്ത് വൃത്തിയോടെ വേണമെങ്കിലും കാണിക്കാം. പ്രേതമല്ലേ പ്രേതം. അയ്യേ, പ്രേതമാണെങ്കിൽ പൈസ ആയൊക്കെ നോക്കണ്ടേ? ഊളപ്പിശാസികൾ. അപ്പച്ചാ, പുറത്ത് തോമാച്ചനും മാത്യു ചേട്ടനും ഉണ്ട്. പുറത്തെ കാര്യങ്ങൾ എന്തായെന്ന് പറയാൻ അപ്പച്ചനും കൂടി വന്ന് ചെന്നൂടെ? ഇനി എന്തറിയാനാ? എല്ലാം എനിക്ക് ബോധ്യമായി. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലായി. എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നില്ലേ? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ജയിലിൽ പോയാലും ശരി, ഇനി സത്യം എന്തെന്ന് പോലീസ് തെളിയിക്കട്ടെ. കുടുങ്ങട്ടെ. എന്റെ അപ്പനെ കൊന്നത് ആരാണെന്ന് എനിക്കറിയണം. എനിക്ക് ജയിൽ ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് നിന്റെയൊക്കെ തോന്നിയ വാസത്തിന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോവാ.
അപ്പൂപ്പൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ശവം കാണാനില്ല. കർത്താവേ, തുണി കുലിഞ്ഞാൽ ശവം എഴുതിട്ട് പോയാ നല്ല ഉജാല മുക്ക് കളിപ്പിച്ചിട്ട് തുണി കൊടുത്തോണ്ടാണ് അപ്പൂപ്പന്റെ പ്രേതം നൈപ്പെട്ടാളം നടത്തിയിരുന്നത്. ഇനി ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ ഉടലോടെ സ്വർഗത്തിലേക്കെങ്ങാനും പോയോ? തുണി കൊടുക്കാൻ ആരെങ്കിലും സ്വർഗത്തിലോട്ടിയല്ലോ, അതൊക്കെ ആദവയുടെ കാലത്ത് കിടക്കും. ഇപ്പൊ തുണി കൊടുക്കാതെ സ്വർഗത്തിലോട്ട് ചെന്നാലേ ശിക്ഷ കഠിനമായിരിക്കും. കഠിനം. ഒരു മുള്ളു മുറിക്കാലോട്ടങ്ങാട് കയറ്റും. എന്നിട്ട് ഞാൻ എനിക്ക് ഇറങ്ങാൻ പറയും. പിന്നെ തുണിയാ കൊടുക്കേണ്ടി വരില്ല. ഭയങ്കര അത്ഭുതമായിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാ? അപ്പൂപ്പന്റെ ശവം കണ്ടെത്താതെ ഇനി ഒന്നും നടക്കില്ല. വഴിയുണ്ട്, വഴിയുണ്ട്. വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പഴയതുപോലെ നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലും അപ്പൂപ്പന്റെ ശവം കാണുവാനില്ല. കണ്ടു കിട്ടുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ അറിയിച്ചാൽ തക്കം മൃഗം എന്താന്ന് പറയാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഞാനൊന്ന് വായെടുക്കോ? അത് ശരി. അപ്പൊ രണ്ടുപേരും കൂടി എന്നൊഴിവാക്കാനുള്ള നമ്പർ ആലോചിക്കാണല്ലേ? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അപ്പൂപ്പന്റെ ശവം അടിച്ചു മാറ്റി. അല്ലെങ്കിൽ എന്താ, ചത്ത ശവം താഴെ കഴിഞ്ഞിട്ട് സെക്കൻഡ് സിനിമക്ക് പോയാ മര്യാദക്ക് എന്റെ ശവം തരുന്നല്ലത്. അല്ലെങ്കിൽ രണ്ടിന്റെ ശവം ഞാൻ എടുക്കും. അപ്പൂപ്പനെ തട്ടിയിട്ടുണ്ടെങ്കിലേ സ്വത്തുക്കൾ മൂന്നായി വീതിക്കാന്ന് എനിക്ക് പറഞ്ഞതാണപ്പാ. സത്യം പറയണം, ആ ചായ വിഷം ചേർത്തത് ആരാ? നീയോ മാത്യുസോ? സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കാം. ഞാൻ പറയാ എങ്കിൽ പറയണം, ആ ചായ വിഷം ചേർത്തത് ആരാ? ഇവൻ തോമാച്ചൊന്നുമല്ല, സ്വത്തുക്കൾ തട്ടിയെടുക്കുമെന്ന പെരും കള്ളനാണ്. അത് ശരി. അപ്പൊ താനും കാലം അറിയല്ലേ? ഇനി ഇതേ നിവൃത്തിയുള്ളൂ. സ്വത്തുക്കൾ തട്ടിയെടുത്ത് അപ്പൂപ്പനെ കൊന്ന കുറ്റത്തിന് ഇവന് ഞങ്ങൾ ജയിലിലേക്ക് അയക്കും. തെളിവെല്ലാം പോലീസ് കണ്ടുപിടിച്ചോളൂ. അങ്ങനെ നീ രക്ഷപ്പെടില്ല. യഥാർത്ഥ തോമാച്ചൻ നീയാണ് കൊന്നതെന്ന തെളിവ് എന്റെ കൈവശമുണ്ട്. അത് നിന്റെ ആ ഫോണിലെ മെമ്മറി കാർഡല്ലേ, അത് ഞാൻ എപ്പോഴും അടിച്ചു മാറ്റി. എന്ത് തെരുവാണ്. ഞാൻ പ്രേതമോ വിശാചോ ഒന്നുമല്ല. ആയുസൊടുങ്ങാത്ത നിങ്ങളുടെ പഴയ അപ്പൂപ്പനാ. അപ്പൂപ്പനെ കൊന്ന് കുഴിച്ചിട്ടല്ലേ? ചത്താലല്ലേ കുഴിച്ചു വീണതുള്ളൂ. എനിക്ക് തന്ന ചായയിൽ വിഷം കലർത്തി എന്ന് പറയുന്നത് വെറുതെയാ. നിങ്ങളുടെയൊക്കെ സ്വപ്നമായ എന്റെ മരണം ഞാനൊന്ന് അഭിനയിച്ചതാ. എന്റെ അഭിനയം മോശമായില്ലല്ലോ മാച്ചാ. ഒട്ടും മോശമായില്ല അപ്പൂപ്പ. ഇനി നിങ്ങൾക്കറിയില്ല അതൊരു കാര്യം ഞാൻ പറയാം. അന്ന് അപ്പൂപ്പന്റെ ശവമായി പുറത്തേക്ക് പോയി ഞാൻ കുഴിയിലിട്ട് മൂടിയത് അപ്പൂപ്പന്റെ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. സ്വത്തുക്കൾ മോഷ്ടിക്കാൻ വന്നവരെ കൂട്ടുപിടിച്ച് അപ്പൻ എന്തിനായി നാടകമൊക്കെ കളിച്ചത്? സ്വത്തുക്കൾ മോഷ്ടിക്കാൻ വന്നവനോ ഇവനോ? എടാ, എന്റെ എല്ലാ സ്വത്തുക്കളുടെയും ഏക അവകാശിയായ എന്റെ ചെറുമകൻ തോമാച്ചനായവൻ. ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഇവൻ യഥാർത്ഥ തോമച്ചനല്ല. യഥാർത്ഥ തോമാച്ചനെ നീ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വിളിച്ചു വരുത്തി കൊന്നു കുഴിച്ചു മൂടി. ഇനി ഞാൻ പറയാം അപ്പൂപ്പ. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ച ഞാൻ കത്തുമുഖേന അപ്പൂപ്പനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അപ്പൂപ്പൻ എന്നെ എഴുതി അറിയിക്കുമായിരുന്നു. ഒരിക്കൽ ഇങ്ങോട്ട് ഫോണിൽ ബന്ധപ്പെട്ട് എനിക്ക് ഈ മാത്യൂസിൽ നിന്ന് കിട്ടിയ മറുപടി എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാനായിരുന്നു. എന്നും എന്തെങ്കിലുമൊക്കെ കുസൃതികൾ ഒപ്പിച്ചിരുന്ന ഞാൻ അന്ന് എനിക്ക് പറയാൻ ഒരു സുഹൃത്തിനാണ് അങ്ങോട്ട് അയച്ചത്. തൊട്ടു പിന്നാലെ വന്ന ഞാൻ കണ്ടത് ഈ മാത്യൂസ് അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ്. പിന്നെ ഈ വീട്ടിലേക്ക് വന്നാൽ എന്റെ ജീവൻ തന്നെ അപകടത്തിലാവും എന്നെനിക്ക് ബോധ്യമായി. പണത്തിന് വേണ്ടി ആരെയും കൊല്ലാൻ മടി കാണിക്കാത്ത ഈ പണപ്പിശാചുക്കളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയാ
ഞാനും തോമാച്ചനും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? ഇതിനിടയിൽ എന്റെ മകൻ പൗലോച്ചനെ എനിക്കല്പം വേദനിപ്പിക്കേണ്ടി വന്നു. അപ്പൻ, എന്റെ മോൻ ഈ അപ്പനോട് പൊറുക്ക്. ഇനി എല്ലാം അവസാനിപ്പിക്കാൻ നേരമായി. മാത്യൂസിന്റെ കൂട്ടുകാരനെ കൊന്ന കുറ്റത്തിന് ഇനി മാത്യൂസിന് ജയിലിലോട്ട് പോകാം. അവന്റെ കൂട്ടുകാരനെ കൊന്നതിന്റെ തെളിവെല്ലാം എന്റെ കൈവശമാണ്. അതെല്ലാം നിന്റെ കൈവശം ഇരുന്നോട്ടെ, അതിന്റെ പകർപ്പ് ഞങ്ങളുടെ പക്കലുണ്ട്. എന്റെ അറിവില്ലായ്മകൾക്ക് എനിക്ക് മാപ്പ് തരണം. ഈ ദുഷ്ടന്മാരെന്റെ തട്ടിക്കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നതാ. മിണ്ടരുത്. മിണ്ടില്ല. നീ നിന്റെ ഭാര്യ ശോശയെ വിളിച്ച് ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോയിക്കോളണം. മാസത്തിൽ 2 തവണ 2 പേർക്കും ഈ വീട്ടിൽ വിരുന്നു വരാം. അല്ലാതെ ഈ വീടിന്റെ പടി ചവിട്ടിയാൽ അവളെയല്ല, നിന്നെ തട്ടും. കണ്ടില്ലേ, ഇതൊക്കെയാ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം. കൂട്ടുകുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും സ്നേഹവും ഇപ്പോഴില്ല. എല്ലാം പണത്തിനു വേണ്ടിയുള്ള സ്നേഹം മാത്രം. സൂക്ഷിക്കണേ. സർ ധൈര്യ VNRA അവതരിപ്പിച്ച ഈ അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം നിശബ്ദരായിരുന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ പ്രേക്ഷകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.